ഹലോ, നമ്മളിപ്പോൾ നിൽക്കുന്നത് മാരത്തഹള്ളിയിലെ ഇന്നവേറ്റീവ് മൾട്ടിപ്ലക്സിലാണ്. ഒരു സിനിമ കാണാനായിട്ട് വന്നതാണ് കേട്ടോ. ടോയ് സ്റ്റോറി 5. ടോയ് സ്റ്റോറിയുടെ ഒരു ഫാനാണ് കുഞ്ചു. ടോയ് സ്റ്റോറി 1ഉം 2ഉം 3, 4 ഒക്കെ വീട്ടിലിരുന്ന് ടി വിയിലാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സീരീസ് ടോയ് സ്റ്റോറി 5 റിലീസാവുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ മുതൽ നമ്മളെ ഇൻസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 19th റിലീസാവുന്നുണ്ട്, നമുക്ക് തിയേറ്ററിൽ പോയി കാണണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ജൂൺ 20th വന്നിട്ടുണ്ട് കേട്ടോ. ടിക്കറ്റൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കൗണ്ടർ ടിക്കറ്റാണ് എടുത്തത്. അപ്പോൾ ഒരു 3D ഫിലിമാണ്, 1 hour 42 minutesൻ്റെ സിനിമ എന്ന് പറയുന്നത്. ഇന്നത്തെ കുട്ടികൾ കൂടുതലും ടൈം സ്പെൻഡ് ചെയ്യുന്നത് ലാപ്ടോപ്പിലും മൊബൈൽ ഫോൺസിലൊക്കെ ആയിരിക്കുമല്ലോ. അങ്ങനെ ഫ്രണ്ട്സിനോടൊപ്പം കളിക്കാനോ ടോയ്സിനൊപ്പം കളിക്കാനോ ഒന്നും അവരുടെ മനസ്സിപ്പോൾ അത്രയ്ക്കും ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല ആക്ച്വലി. അപ്പോൾ അതാണ് അതിൻ്റെ സ്റ്റോറി. അപ്പോൾ സിനിമ അവൻ ആദ്യം മുതൽ അവസാനം വരെ ഇരുന്ന് കണ്ടു. സാധാരണ ഇങ്ങനെയൊന്നും ഇരുന്ന് കാണാറില്ല. നമ്മൾ ലാസ്റ്റ് കാന്താര ചാപ്റ്റർ 1നായിരുന്നു കേട്ടോ വന്നിരുന്നത്. സെയിം മൾട്ടിപ്ലക്സിൽ തന്നെയാണ് വന്ന് കണ്ടിരുന്നത്. അപ്പോൾ സിനിമയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ റോഡിലെ തിരക്കൊക്കെ കുറഞ്ഞിരിക്കണു. അവന് സിനിമ കാണുമ്പോൾ തോട്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല സ്നാക്സ് കഴിക്കുന്നതിൻ്റെ എന്ന് തോന്നുന്നു. അതിനുശേഷം നമുക്ക് ഡോമിനോസ് പോവാം, പിസ്സ കഴിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളും സമ്മതിച്ചു കൊടുത്തു. അവന് അത്രയ്ക്കും ക്രേവിങ് ഉണ്ടായിരുന്നു. സാധാരണ നമ്മൾ അവന് ജങ്ക് ഫുഡ്സും പ്രോസസ്ഡ് ഫുഡ്സൊന്നും അങ്ങനെ കൊടുക്കാറില്ല. ഇതൊക്കെ കഴിച്ചിട്ട് മാസങ്ങളായിട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ വീടിനടുത്തുള്ള ഡോമിനോസിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഡോമിനോസിലൊക്കെ പോയി കഴിച്ചിട്ട് വീടെത്തുമ്പോൾ 11 ആയി. എനിക്കിപ്പോഴും ടോയ് സ്റ്റോറി 1 ആണ് കേട്ടോ ഫേവറേറ്റ്. നിങ്ങൾ ഈ ടോയ് സ്റ്റോറി സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് ഫേവറേറ്റ് എന്നൊന്ന് കമൻറ്റ് ചെയ്ത് പറയൂ. അതുപോലെ തന്നെ ഇവൻ വുഡി, ബസ് ലൈറ്റ്യർ, ഇത് ഈ ടോയ് സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അവൻ അതിൻ്റെ പിക്ചറൊക്കെ വരയ്ക്കാറുണ്ട്. അതുപോലെ തന്നെ അതൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട് കട്ടിയുള്ള പേപ്പറൊക്കെ കൊണ്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് ഞാനിവിടെ ആഡ് ചെയ്യാം കേട്ടോ. എങ്ങനെയുണ്ട് അവൻ്റെ കലാസൃഷ്ടികൾ? എപ്പോഴും ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും, വരയ്ക്കലും ഉണ്ടാക്കലും ഒക്കെ. ഈ ഫോട്ടോസാണ് കേട്ടോ എൻ്റെ മൊബൈലിൽ ഉണ്ടായിരുന്നത്.